ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തക്കാളിക്ക കൊണ്ട് ഒരു നല്ല അടിപൊളി രസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. കഴിച്ചാലും മതിയാവാത്ത ഒരു രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ. എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രസമാണ്. അതിനായിട്ട് ഒരു 3 തക്കാളിപ്പഴം മുറിച്ചത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു കുടം വെളുത്തുള്ളി വൃത്തിയാക്കി കഴുകിയെടുത്തതാണ്, അതും കൂടി ഇടാം. ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാനാണ്. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടിയൊക്കെ എരിവിനനുസരിച്ച് ചേർക്കാം. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇതിനി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. തക്കാളിക്കും വെളുത്തുള്ളിയും പൊടികളും എല്ലാം കൂടി അരച്ചത് ചട്ടിയിലാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള, വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി പുഴിഞ്ഞതും കൂടി ഒഴിച്ചു കൊടുക്കുക. നല്ല പുളിയാണെങ്കിൽ അത് അരയ്ക്കുമ്പോൾ കൂടെ തന്നെ നേരിട്ട് അരച്ച് ചേർക്കാവുന്നതാണ്. എൻ്റെ പുളിയിൽ പുളിക്കുരുവും പുളിയുടെ തോടും എല്ലാം ഉള്ള പുളിയാണ്, അതുകൊണ്ട് ഞാൻ പിഴിഞ്ഞൊഴിച്ചു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് തിളപ്പിക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് ഈ തക്കാളിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വെന്ത് വരണം. നന്നായിട്ട് തിളയ്ക്കണം. രസമൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട്. നല്ല ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ട്. ഇതിലേക്ക് ഒരു പിടി മല്ലിയില അരിഞ്ഞതിട്ട് കൊടുക്കുക. മല്ലിയിലയും കൂടെ ഇടുമ്പോഴാണ് ആ രസത്തിൻ്റെ സ്വാദ് വരുന്നത്. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസായ കായപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. കായപ്പൊടിയും കൂടെ ഇടുമ്പോഴാണ് ഒരു അസാധ്യ രുചിയും മണവും വരുന്നത്. ഇത്രയും മതി. ഇനി തീ അണച്ചു കൊടുക്കുക. തീ അണച്ച ശേഷം താളിച്ചൊഴിച്ചു കൊടുക്കുക. എല്ലാവരും ഈ രീതിക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ രസം ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇത് മാത്രം മതി ചോറുണ്ണാൻ. ഇത് ഉണ്ടാക്കി നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം. ഹെൽത്തിയുമാണ്. ഒരുപാട് രോഗങ്ങൾക്കൊക്കെ പ്രതിരോധ ശക്തി നൽകുന്ന ഒന്നാണ് ഈ രസം. ദഹനക്കേടിനും എല്ലാത്തിനും നല്ലൊരു ഔഷധം കൂടിയാണ്. എണ്ണയിൽ വഴറ്റുകയും ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇത് ഹെൽത്തിയാണ്. ഇത് മാത്രം മതി ചോറുണ്ണാൻ. ഇനി ഇത് വാങ്ങി വെച്ച ശേഷം താളിച്ചൊഴിച്ചു കൊടുക്കുക. താളിക്കാനായി എണ്ണ ചൂടാകാൻ വച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയിലാണ് താളിക്കാൻ നല്ലത്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ താളിച്ചൊഴിക്കാൻ ശ്രമിക്കണം. കടുകൊക്കെ പൊട്ടി വന്ന സമയത്ത് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും 3-4 ചെറിയ ഉള്ളിയും കൂടെ വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി മസ്റ്റായിട്ട് ചേർക്കണം. അതാണ് അതിൻ്റെ ഒരു സ്വാദെന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. 2 വറ്റൽമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കുക. ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇപ്പോൾ താളിച്ചതൊക്കെ മൂത്തിട്ടുണ്ട്. അതിനി ഈ പുളിങ്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ അപാര ടേസ്റ്റിൽ ഒരു നല്ല തക്കാളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി പ്രോത്സാഹിപ്പിക്കണം. അടിപൊളി ടേസ്റ്റുമാണ്. ദഹനത്തിനൊക്കെ നല്ലതാണ്. എല്ലാവരും കഴിക്കും. കുട്ടികൾ തൊട്ട് ഏറ്റവും വയസ്സായവർ വരെ കഴിക്കും.